കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, സംസ്ഥാന വ്യാപകമായി ഈ വിഷയത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങി തന്നെയാണ് കോൺഗ്രസ്. ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ മാർച്ച് നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, സംസ്ഥാന വ്യാപകമായി വിഷയത്തിൽ പ്രതിഷേധം നടത്താനും സംസ്ഥാനത്ത് മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്താനും നേരത്തെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചതാണ്. സമാന്തരമായി തന്നെ തൃശൂർ DCCയുടെയും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനും ധാരണയായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് തിരുവോണ ദിവസങ്ങളിൽ പോലും ഉത്സവമില്ലാതെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സജീവമായി പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. നിലവിൽ പ്രതിഷേധം നടക്കുന്നത് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ CPO ആയിട്ടുള്ള ശശിധരന്റെ വീടിന് സമീപത്ത് വീട്ടിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞിരുന്നു. കുന്നംകുളം സ്റ്റേഷനിൽ KV സുജിത്തിനെ മർദ്ദിക്കുന്ന ആ സമയത്ത് ആ മർദ്ദനത്തിൽ പങ്കുള്ള ആളാണ് ശശിധരൻ, കുറ്റാരോപിതനാണ്. അതോടൊപ്പം തന്നെ അന്ന് സ്റ്റേഷനിലെ GD ചാർജ് ആയിരുന്ന ശശിധരൻ ഈ മർദ്ദനത്തിൽ പങ്കാളിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിലടക്കം ശശിധരനെ മർദ്ദനത്തിൽ പങ്കുള്ളതായി കണ്ടെത്തുകയും ചെയ്തതിന്റെ തുടർന്നാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് നടത്തിയിരിക്കുന്നത്. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ടുള്ള മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞു. ബാരിക്കേഡ് മറികടന്ന് ആദ്യഘട്ടത്തിൽ ഒരു കൂട്ടം ആളുകൾ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തു. രണ്ടാമത് ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് ഉള്ള പ്രതിഷേധമാണ് നടത്തുന്നത്. പോലീസ് കർശന ജാഗ്രതയോടുകൂടിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ശക്തമായ പ്രതിഷേധ മാർച്ച് വിവിധ ഈ കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന സ്റ്റേഷനുകളിലേക്ക് നടന്നിരുന്നു. ഉത്രാട ദിവസം CPO സന്ദീപ് ജോലി ചെയ്യുന്ന മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുകയും 2 തവണ പോലീസ് ജലപീരങ്കി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വിഷയത്തിൽ സജീവമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ഇന്ന് മുൻ KPCC അധ്യക്ഷനും മുൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രമേശ് ചെന്നിത്തല സുജിത്തിനെ നേരിട്ട് കാണുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകൾ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്, പ്രതിഷേധം നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.